ആദ്യമൊക്കെ എന്തൊരു കമ്പനിയായിരുന്നു. കൂട്ടം കൂടിയിരിക്കുമ്പോഴും ഏതെങ്കിലും ഫംഗ്ഷനിൽ വെച്ച് കാണുമ്പോഴുമൊക്കെ നന്നായി സംസാരിച്ചിരുന്ന ആളാണ്. ദേ ഇപ്പോ കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നു. ഇങ്ങനെ ചിലരെ നിങ്ങളുടെ ജീവിതത്തിലും കണ്ടിട്ടില്ലേ? ജാടയായിരിക്കുമോ കാരണം? അതോ നമ്മളോട് ഇനി എന്തെങ്കിലും വിരോധമുണ്ടായിരിക്കുമോ? പലരും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടാറുണ്ട്. എന്നാൽ ഇക്കൂട്ടരിൽ 90% ജാടക്കാരായിരിക്കില്ല എന്നതാണ് സത്യം. പക്ഷെ എന്താണ് ഇവരുടെ യഥാർത്ഥ പ്രശ്നം? ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് അതാണ്. അവരുടെ രഹസ്യങ്ങളെയാണ്. നിങ്ങളെ കണ്ടിട്ടും ഒരു പുഞ്ചിരി സമ്മാനിക്കാനോ ഒന്ന് കുശലം ചോദിക്കാനോ മനസ്സില്ലാതെ കാണാത്ത പോലെ നടക്കുന്നവരുണ്ടെങ്കിൽ അതിന് കാരണം പലതാകാം. ഇനി പറയുന്ന കാരണങ്ങളിൽ ഉറപ്പായും ഏതെങ്കിലും ഒന്നാകാം, അല്ലെങ്കിൽ പലതുമാകാം. ഒന്ന്, ഇമോഷണൽ അവോയ്ഡൻസ് അഥവാ വൈകാരികത ഒഴിവാക്കൽ. ചിലർക്ക് സംഭാഷണം, വികാരം, ബന്ധം എന്നിവ കൈകാര്യം ചെയ്യാൻ മാനസികമായി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടുതന്നെ മുൻപ് കമ്പനിയായിരുന്നവരെ കണ്ടാലും അവഗണിക്കുന്നത് അവർക്കൊരു സ്വയം പ്രതിരോധമാണ്. ആൾക്കൂട്ടത്തിൽ വെച്ച് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ വെച്ച് അവർക്ക് നിങ്ങളോട് ഇടപെടുന്നതിൽ ബുദ്ധിമുട്ടില്ല. കാരണം നിങ്ങളുടെയും അവരുടെയും വികാരങ്ങൾ ഗ്രൂപ്പ് അംഗങ്ങൾക്കിടയിൽ വീതിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. അതവർക്ക് കംഫർട്ടായിരിക്കുകയും താൻ ഒറ്റയ്ക്ക് ഇയാളെ മാനേജ് ചെയ്യേണ്ടല്ലോ എന്ന കോൺഫിഡൻസ് നൽകുകയും ചെയ്യും. എന്നാൽ നിങ്ങളെ മാത്രം അഭിമുഖീകരിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ അവർ ഇൻസെക്യൂർ ആവുകയും നിങ്ങളുമായുള്ള കണ്ടുമുട്ടൽ അവഗണിക്കുകയും ചെയ്യും. കാരണം 2. എനർജി സേവിംഗ് മൈൻഡ് സെറ്റ്. അതായത്, നിങ്ങളെ കാണുമ്പോൾ സംസാരിച്ചാൽ പലതും വിശദീകരിക്കണം, ചോദ്യം വരും, അതിനെല്ലാം പ്രതികരിക്കണം. ചിലത് തന്റെ സ്വകാര്യതയെ ബാധിക്കാനും ചാൻസുണ്ട്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ അവരുടെ ബ്രെയിൻ നിങ്ങളെ കാണാത്ത പോലെ നീങ്ങാൻ പ്രേരിപ്പിക്കുന്നു. അതൊരിക്കലും മടിയല്ല. അയാൾ എനർജി സൂക്ഷിച്ചുപയോഗിക്കുന്നതിൽ ബോധപൂർവമോ അല്ലെങ്കിൽ മാനസികമായി ക്ഷീണം കൊണ്ടോ ആയിരിക്കാം. ഒരു ഗ്രൂപ്പിൽ വെച്ചാണ് നിങ്ങളെ അയാൾ കാണുന്നതെങ്കിൽ കുറഞ്ഞ എനർജി മതിയാകും എന്ന കോൺഫിഡൻറ്റിൽ നിങ്ങളോട് സംസാരിക്കാൻ മടി കാണിക്കാത്തതും അതാണ്. കാരണം 3. സോഷ്യൽ ആങ്സൈറ്റി. കണ്ടാൽ എന്ത് സംസാരിക്കണം, ഏതു വിഷയം സംസാരിക്കണം എന്ന കൺഫ്യൂഷൻ. നിങ്ങൾക്കിഷ്ടമുള്ള വിഷയങ്ങളിൽ തനിക്ക് മതിയായ അറിവുണ്ടാകുമോ എന്നൊക്കെയുള്ള ഭയം. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുപോകുമോ, തന്നെക്കുറിച്ച് മുൻപുണ്ടായതിൽ നിന്നും വ്യത്യസ്തമായ മതിപ്പുണ്ടാകുമോ എന്നൊക്കെയുള്ള പേടി. ഒരു കൂട്ടത്തിലിരിക്കുമ്പോൾ ഇവരുടെ ഈ പേടികളെല്ലാം 4-ൽ 1 കുറഞ്ഞിരിക്കും. അപ്പോൾ അവർ നിങ്ങളോട് വളരെ കോൺഫിഡൻ്റായി സംസാരിക്കുന്നതും കാണാം. കാരണം 4. ഓവർ തിങ്കിങ് നേച്ചർ. അതായത്, ഇപ്പോൾ സംസാരിച്ചാൽ എന്താകും, പിന്നെ അതിൻ്റെ തുടർച്ചയായി വേറെ എന്തെങ്കിലും ഉണ്ടാകുമോ, എനിക്ക് പിന്നെ അതിൻ്റെ പിന്നാലെ ബുദ്ധിമുട്ടുണ്ടാകുമോ, ഈ സംസാരം അവൻ വേറെ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കുമോ, അത് തന്നെ ബുദ്ധിമുട്ടിക്കുമോ എന്നൊക്കെ ഇവർ ഭയപ്പെടുന്നു. ഈ ഓവർ തിങ്കിങ് കൊണ്ട് അവർ നിങ്ങളുമായുള്ള ഐ കോൺടാക്റ്റ് പോലും ഒഴിവാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടാൽ ടേൺ അടിച്ചു പോകാനും സാധ്യതയുണ്ട്. കാരണം 5. മുൻപുണ്ടായ വേദനിപ്പിച്ച അനുഭവങ്ങൾ. വിശ്വാസഭംഗം, കളിയാക്കൽ, ഇൻസൾട്ട്. ചെറിയ രീതിയിലുള്ള കളിയാക്കലുകൾ പോലും സഹിക്കാത്ത ആളുകൾ തന്നെ സ്ഥിരമായി കളിയാക്കുന്ന ആളുകളെ കണ്ടാൽ ടേൺ അടിച്ചു പോകും. അതിനാൽ നിങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുക എന്നതാണ് അവർക്ക് മുന്നിലുള്ള ഏക വഴി. കാരണം 6. ബൗണ്ടറി സെറ്റിംഗ് അഥവാ അതിരുകൾ സ്ഥാപിക്കൽ. എല്ലാവരോടും ഒരേപോലെ ക്ലോസ് ആവേണ്ടതില്ലെന്ന് അവർ നേരത്തെ തീരുമാനിച്ചിരിക്കും. അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ അങ്ങനെയായിരിക്കും. ഇതൊരിക്കലും ഒരു ബഹുമാനക്കുറവോ സ്നേഹക്കുറവോ അല്ല. അവരുടെ ക്ലോസ് ആയ ആളുകളെ അവർ നേരത്തെ സെറ്റ് ചെയ്തിരിക്കും. ആ കൂട്ടത്തിലേക്ക് പുതിയൊരാളെ കൂട്ടാൻ അയാൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവരുടെ വൈബിന് ചേർന്നവരാണോ നിങ്ങൾ എന്ന ആശങ്ക അവർക്കുള്ളിടത്തോളം കാലം അവർ നിങ്ങളെ കണ്ടാൽ കാണാത്ത പോലെ നടക്കും. കാരണം 7. സൂപ്പർഫിഷ്യലായ ബന്ധങ്ങളിൽ താൽപ്പര്യമില്ല. കപടമായ സന്തോഷം, സംസാരം, ഫോർമാലിറ്റി കാണിക്കൽ, ഇവയിലൊന്നും ഇക്കൂട്ടർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇവർ ഉള്ളിലുള്ളത് മറച്ചുവെക്കാത്തവരായിരിക്കും. അർത്ഥവത്തായ അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു ബന്ധം മാത്രമേ അവർ സൂക്ഷിക്കൂ. നിങ്ങളുമായി എവിടെ വെച്ചോ ഏതോ കൂട്ടത്തിൽ വെച്ചോ അവർ സൗഹൃദം പങ്കിട്ടിരിക്കാം എന്നുവെച്ച് ചുമ്മാ നിങ്ങളെ സുഹൃത്താക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. കാരണം 8. മൂഡ് ബേസ്ഡ് ബിഹേവിയർ. അതായത്, ചില ദിവസം അവർ വളരെ സന്തോഷവാൻ, ചില ദിവസം വളരെ ശോകം. അന്നാണ് നിങ്ങളെ കാണുന്നതെങ്കിലും അവർ നിങ്ങളെ കാണാത്ത പോലെ നടക്കും. നിങ്ങൾ ഹാപ്പിനെസ് മാത്രം ഷെയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്രത്യേകിച്ചും. സുഹൃത്തുക്കളെ, കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നവരെല്ലാം മോശക്കാരല്ല. ഒരുപക്ഷെ അവർ ഉള്ളിൽ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നവരായിരിക്കാം. ചെറിയ ചെറിയ ഭയങ്ങളുള്ളവരായിരിക്കാം. അതിനാൽ അവരെ ഇനി വെറുക്കണ്ട. പിന്നീടൊരിക്കലും അതിൻ്റെ പേരിൽ മിണ്ടാതിരിക്കണ്ട. ഇനിയും ഇതുപോലുള്ള മനഃശാസ്ത്രപരമായ അറിവുകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെ അധികമാരും ചർച്ച ചെയ്യാത്ത വിഷയങ്ങളുമായി വീണ്ടും കാണാം.